IFGT, Institute of Fashion and Garment Technology, affiliated by Government of Kerala Technical Education. അസം പൗരത്വ ബില്ലുമായി ബന്ധപ്പെട്ട് ട്വിറ്ററിൽ വാക്പോരുമായി അസം BJP മന്ത്രി ഹിമാനന്ദ ബിശ്വ ശർമ്മയും ഓൾ ഇന്ത്യ മജ്ലിസി ഇത്തിഹാദുൽ മുസ്ലിമീം തലവനുമായ അസദുദ്ദീൻ ഒവൈസിയും എന്ത് വില കൊടുത്തും പൗരത്വ പട്ടികയിൽ ഉൾപ്പെടാതെ പോയ ഹിന്ദുക്കളെ ഉൾപ്പെടുത്തിയിരിക്കുമെന്ന ഹിമാനന്ദ ബിശ്വ ശർമ്മയുടെ പ്രസ്താവനയ്ക്കെതിരെയായിരുന്നു അസദുദ്ദീൻ ഒവൈസി ആദ്യം രംഗത്തെത്തിയത്. രാജ്യത്തെ മുസ്ലിങ്ങളെ ഒഴിവാക്കാനായി NRC ബില്ല് ഉപയോഗപ്പെടുത്തിയത് എങ്ങനെയെന്നതിന്റെ തുറന്ന തെളിവാണിതെന്നാണ് അസദുദ്ദീൻ ഒവൈസി ഈ പ്രസ്താവനയോട് പ്രതികരിച്ചത്. പൗരത്വം എന്നത് ഒരു വിശ്വാസത്തെ അടിസ്ഥാനപ്പെടുത്തി നൽകാനോ പിൻവലിക്കാനോ കഴിയാത്ത ഒന്നാണ് എന്നാണ് അസദുദ്ദീൻ ഒവൈസി ട്വിറ്ററിൽ കുറിച്ചത്. ഇതിനു പിന്നാലെ ഒവൈസിക്ക് മറുപടിയുമായി ഹിമാനന്ദ ബിശ്വ ശർമ്മ രംഗത്തെത്തി. ഹിന്ദുക്കളെ ഇന്ത്യ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആര് സംരക്ഷിക്കുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ ചോദ്യം. ഇന്ത്യ ഹിന്ദുക്കളെ സംരക്ഷിച്ചില്ലെങ്കിൽ പിന്നെ ആരാണ് അവരെ സംരക്ഷിക്കുക? പാകിസ്ഥാനോ? പീഡിപ്പിക്കപ്പെടുന്ന ഹിന്ദുക്കൾക്ക് വേണ്ടി അവരുടെ ഭവനമായി ഇന്ത്യ നിലകൊള്ളും. നിങ്ങളുടെ എതിർപ്പ് കണക്കിലെടുക്കാതെ തന്നെ എന്നായിരുന്നു ഹിമാനന്ദ ബിശ്വ ശർമ്മയുടെ ട്വിറ്റർ. ഇതിന് മറുപടിയായി ഒവൈസിയും രംഗത്തെത്തി. ഈ രാഷ്ട്രം ഒരു വിശ്വാസത്തിനേക്കാൾ വളരെ വളരെ വലുതാണെന്ന് ദ്വിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ ആരാധകർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. ഭാരതം എല്ലാ വിശ്വാസികളെയും വംശങ്ങളെയും ജാതികളെയും തുല്യമായി പരിഗണിക്കുമെന്നാണ് ഭരണഘടന പറയുന്നത്. ഇത് ഒരു ഹിന്ദു രാഷ്ട്രമല്ല, അതൊരിക്കലും അങ്ങനെ ആയിരിക്കുകയുമില്ല. അല്ലാഹു അനുഗ്രഹിച്ചാൽ. പീഡിപ്പിക്കപ്പെടുന്ന നിരവധി സമുദായങ്ങളെ സ്വാഗതം ചെയ്ത രാജ്യമാണ് ഇന്ത്യ. അവർ അഭയാർത്ഥികളാകാൻ സാധ്യതയുള്ള പൗരന്മാരല്ല. മതം ഒരിക്കലും പൗരത്വത്തിന് അടിസ്ഥാനമാകാൻ കഴിയില്ല. ഭരണഘടന തയ്യാറാക്കിയപ്പോൾ ഞങ്ങളുടെ പൂർവികർ അത് നിരസിച്ചതാണ്. ഗോഡ്സെയുടെ പിന്മുറക്കാർക്ക് അതത്ര എളുപ്പത്തിൽ സാധിക്കുകയുമില്ല എന്നാണ് ഒവൈസിയുടെ ട്വീറ്റ്. ഇന്ത്യ എന്നത് ഒരു രാജ്യമല്ല എന്നും മറിച്ച് ഒരു സംസ്കാരമാണെന്നുമായിരുന്നു ഇതിന് ഹിമാനന്ദ നൽകിയ മറുപടി. ഒരു രാജ്യത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് ഭരണഘടനയിൽ നിന്നാണ്. എന്നാൽ ഒരു സംസ്കാരത്തിന്റെ ചരിത്രം ആരംഭിക്കുന്നത് അതിനും മുകളിലാണ്. ഭാരതമെന്ന ഇന്ത്യ അത്തരത്തിൽ ഊർജ്ജസ്വലമായ സംസ്കാരമുള്ള ഇടമായി നിലനിൽക്കും. ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം 5000 വർഷത്തിലേറെയായി ഇന്ത്യ നമ്മുടെ മാതൃരാജ്യമാണ്. പൗരത്വ പട്ടിക പുറത്തിറങ്ങിയതിന് പിന്നാലെ അസം BJPക്കെതിരെ രൂക്ഷ വിമർശനവുമായി ഒവൈസി രംഗത്തെത്തിയിരുന്നു. ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും കാര്യത്തിൽ അവർ രാജ്യത്തുടനീളം NRC ആവശ്യപ്പെടുന്നത് അവസാനിപ്പിക്കണമെന്നും അസമിൽ സംഭവിച്ചതിൽ നിന്ന് അവർ പഠിക്കണമെന്നും അനധികൃത കുടിയേറ്റക്കാർ എന്ന BJPയുടെ മിഥ്യാധാരണകൾ പൗരത്വ പട്ടിക പുറത്തു വന്നതോടെ തകർന്നു എന്നുമായിരുന്നു അസദുദ്ദീൻ ഒവൈസി ട്വീറ്റിൽ കുറിച്ചത്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.